എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള രാമായണ പ്രഭാഷണ പരമ്പരയില് ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശിവാനി, നിരഞ്ജന, രണ്ടു കുട്ടികളാണ്. ശ്രീരാമ സന്ധ്യാനാമം ചൊല്ലുന്നത് ജാനകി രാഹുൽ, പ്രയാഗ് രാഹുൽ എന്ന രണ്ട് കുഞ്ഞു കുട്ടികളാണ്. ശിവാനി, നിരഞ്ജന, ജാനകി, പ്രയാഗ് എല്ലാവരും സ്വാമിയാർ മഠത്തിലെ ഞായറാഴ്ച നടക്കുന്ന വേദ പഠനവും മൂല്യാധിഷ്ഠിത പഠനവും എല്ലാം മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. അവരുടെ പാരൻസ് ജാനകിയും പ്രയാഗും ബ്രദർ സിസ്റ്ററാണ്. ഈ മൂന്ന് പാരൻസും, ശിവാനിയുടെയും നിരഞ്ജനയുടെയും ജാനകി രാഹുലിന്റെയും പ്രയാഗ് രാഹുലിന്റെയും പാരൻസ് ഏറ്റവും അധികം നമ്മുടെ ഈ ആധ്യാത്മിക ക്ലാസ്സുകളിലെ കുട്ടികളെ പങ്കെടുപ്പിക്കുവാനായിട്ട് ശ്രദ്ധ ചെലുത്തുന്നവരാണ്. കുറെ നാളുകളായിട്ടാണ് ശിവാനിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിരഞ്ജന പുതിയ കുട്ടിയാണ്. ജാനകി രാഹുലും പ്രയാഗ് രാഹുലും കുറേ നാളായിട്ട് LKG എന്നുള്ള UKGയിലാണ് ജാനകി. എങ്കിലും എന്താ പറയുക, ഏറ്റവും കുഞ്ഞിലെ തൊട്ട് തന്നെ ജാനകിയെ ഇവിടെ മഠത്തിൽ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവന്ന അമ്മ കൂടെ നിൽക്കും. പ്രയാഗും അതുപോലെ തന്നെ. ഇത്രയും വളരെയധികം നമ്മുടെ ക്ലാസ്സുകളിലൂടെ താല്പര്യം കാണിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ പാരൻസിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം കുഞ്ഞുങ്ങളെ ഇന്നത്തെ പരിപാടിക്കായിട്ട് ക്ഷണിക്കുന്നു. ആദ്യം ശിവാനി, നിരഞ്ജന രണ്ടുപേരും വന്ന് അവരുടെ പ്രഭാഷണ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് അവരെ ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. പിന്നീട് യാത്ര തുടർന്ന് പല ആശ്രമത്തിലുമായി ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ 10 കൊല്ലം ചിലവഴിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. സുധീഷ്ണ മുനിയെ വീണ്ടും കണ്ടുവെന്നും പിന്നീട് അഗസ്ത്യ മഹർഷി സ്ഥിരമായി വസിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹത്തെ കാണാൻ പോയി എന്നും കേട്ടിട്ടുണ്ട്. ആ രാമ അഗസ്ത്യ സമാഗമം ഒന്ന് പറഞ്ഞു തരാമോ? യശസ്വിയായ ശ്രീരാമേന്ദ്ര സ്വാമിക്ക് തപോധനനായ അഗസ്ത്യ മഹർഷിയെ സന്ദർശിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സുധീഷ്ണ മഹർഷി അഗസ്ത്യ ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പറഞ്ഞുകൊടുത്തു. ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ ആദ്യം അഗസ്ത്യ മുനിയുടെ ജ്യേഷ്ഠ സഹോദരനായ മുനിയുടെ ആശ്രമം സന്ദർശിച്ചു. ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ അഗസ്ത്യ മുനിയെ കണ്ട് നമസ്കരിക്കുന്നതിനായി പുറപ്പെട്ടു. അവർ അതിസുന്ദരമായ ഒരു വനപ്രദേശത്തെത്തി. അവിടെ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം കണ്ടു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സൗമ്യ, ഞാൻ അഗസ്ത്യ മഹാമുനിയെ ആരാധിച്ചുകൊണ്ട് വനവാസത്തിന്റെ ബാക്കി കാലം കഴിക്കും. അവർ അസത്യവാദിയോ ക്രൂരനോ ഷാഠനോ പാപികളോ ആയ ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ദേവന്മാരും യക്ഷന്മാരും നാഗങ്ങളും പതംഗങ്ങളും മറ്റും ധർമ്മമാചരിച്ചുകൊണ്ട് ഇവിടെ കഴിയുന്നുണ്ട്. മഹാത്മാക്കൾ ഇവിടെ ഇരുന്ന് തപസിദ്ധി നേടുന്നു. അത്രയും മഹാത്മാവായ അഗസ്ത്യ മുനിയെ കുറിച്ച് വിവരിച്ച് പറഞ്ഞു തരാമോ? പുരാണ പ്രസിദ്ധനായ ഒരു ഋഷിയാണ് അഗസ്ത്യൻ. അഗസ്ത്യ മഹർഷിയുടെ ഉദ്ഭവത്തെ പറ്റി പല പൗരാണിക കഥകളും പ്രചാരത്തിലിരിക്കുന്നു. ഉർവശി എന്ന അപസരസിന്റെ സൗന്ദര്യം കണ്ട് മോഹിതരായി തീർന്ന മിത്രനും വരുണനും ധാതുസഗ്നനും ഉണ്ടായി എന്നും
ആ ധാതു ഒരു കുടത്തിൽ നിക്ഷേപിച്ചുവെന്നും അതിൽ നിന്ന് പിന്നീട് അഗസ്ത്യ മഹർഷി പിറന്നുമെന്നുമാണ് കഥ. കുംഭത്തിൽ നിന്നും ഉദ്ഭവിച്ച നാക്കയാൽ കുംഭജൻ, കുംഭസംഭവൻ, ഘടോദ്ഭവൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു. മാതാപിതാക്കളുടെ നാമങ്ങളുമായി ബന്ധപ്പെടുത്തി മൈത്രാവരുണി, ഔർവശീയൻ എന്നീ പേരുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വിദ്യാപർവ്വതത്തിന്റെ ഗർഭ തകർത്തവൻ എന്ന നിലയിലാണ് പർവ്വതത്തെ സ്തംഭിപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ അഗസ്ത്യൻ എന്ന പേർ ഇദ്ദേഹത്തിന് ലഭിച്ചത്. അഗസ്ത്യ മഹർഷി വളരെ കാലം നിത്യബ്രഹ്മചാരിയായി കഴിഞ്ഞുവെന്നും ഒടുവിൽ പിതൃക്കളുടെ പുണ്യകർമാനുഷ്ഠങ്ങൾക്ക് പിൻഗാമികൾ ഇല്ലാതെ വന്നതും നിമിത്തം വിവാഹത്തിനായി എന്നും പുരാണ പരാമർശങ്ങളിൽ കാണുന്നു. അദ്ദേഹം തന്റെ തപശക്തി കൊണ്ട് ഒരു ബാലികയെ സൃഷ്ടിച്ച് സന്താനലാഭം കൊതിച്ചു കഴിഞ്ഞിരുന്ന വിദർഭ രാജാവിന് സമർപ്പിച്ചു. ഈ ബാലിക ലോപമുദ്ര എന്ന പേരിൽ സുന്ദരിയായ ഒരു യുവതിയായി വളർന്നു വന്നപ്പോൾ അദ്ദേഹം അവളെ വിവാഹം ചെയ്തു. ഈ ദമ്പതികൾക്ക് ദൃഢസ്യു എന്ന പേരുള്ള ഒരു പുത്രനുണ്ടായി. വിദ്യാപർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കുഞ്ചര പർവ്വതത്തിലെ ഒരു കുടീരത്തിലാണ് അഗസ്ത്യമുനി പാർത്തിരുന്നത്. അഗസ്ത്യ ശാപങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ദേവാസുര യുദ്ധവേളയിൽ തന്റെ ഉൾഭാഗത്ത് ഒളിച്ചിരിക്കുവാൻ അസുരന്മാർക്ക് സൗകര്യം നൽകിയ സമുദ്രത്തോട് കുപിതനായി തീർന്ന അഗസ്ത്യ മഹർഷി സാഗരജലം മുഴുവൻ കൈക്കുള്ളിൽ ഒതുക്കി കുടിച്ചു കളഞ്ഞു എന്ന് മറ്റൊരു ഐതിഹ്യവും പ്രചാരത്തിലിരിക്കുന്നു. സഹുഷനെ തന്റെ ശാപം മൂലം പെരുമ്പാമ്പാക്കി മാറ്റിയതും വാതാപി എന്ന പേരുള്ള രാക്ഷസനെ ഭക്ഷിച്ചതും വാതാപിയുടെ സഹോദരനായ ജൽവനെ നേത്രാഗ്നിയാൽ ഭസ്മീകരിച്ചതും ക്രൗഞ്ചനെ പർവ്വതമാക്കി മാറ്റിയതും ഇന്ദ്രദുപ്തനെ ശപിച്ച് ആനയാക്കിയതും അഗസ്ത്യ മഹർഷിയുടെ അദ്ഭുത സിദ്ധികൾക്ക് ഉദാഹരണങ്ങളാണ്. വനവാസകാലത്ത് ശ്രീരാമചന്ദ്രൻ അഗസ്ത്യാശ്രമം സന്ദർശിച്ചുവെന്നും സന്തോഷഭരിതനായ അഗസ്ത്യ മഹർഷി അദ്ദേഹത്തിന് വൈഷ്ണവ ശാപവും ബ്രഹ്മാസ്ത്രവും മുതലായ ആയുധങ്ങൾ സമ്മാനിച്ചുവെന്നും രാമായണത്തിൽ പറയുന്നു. രാവണനുമായുള്ള യുദ്ധത്തിൽ പരവശനായി തീർന്ന ശ്രീരാമന് ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ ആത്മവീര്യവും സമരോത്സാഹവും വർദ്ധിപ്പിച്ചുവെന്നും രാമായണം യുദ്ധകാണ്ഡത്തിൽ പറയുന്നു. അഗസ്ത്യ മഹർഷി ബ്രഹ്മപുരാണം അനുസരിച്ച് പുലസ്ത്യ മഹർഷിയുടെ പുത്രനാണ്. തമിഴ് ഭാഷയുടെ അക്ഷരമാല നിർമ്മിച്ചതും ആദ്യത്തെ വ്യാകരണം രചിച്ചതും ഈ അഗസ്ത്യ മഹർഷിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തമിഴ് സാഹിത്യത്തിൽ പല അഗസ്ത്യന്മാരെ പറ്റി പരാമർശമുണ്ടെങ്കിലും വൈദ്യശാസ്ത്രത്തിന്റെയും ജ്യോതിഷത്തിന്റെയും ആചാരനായി ആരാധിച്ചു പോരുന്നത് കുംഭോദ്ഭവനെ എന്ന് കരുതപ്പെടുന്ന അഗസ്ത്യ മഹർഷിയെ തന്നെയാണ്. പ്രസിദ്ധ തമിഴ് വ്യാകരണമായ തോൽക്കാപ്യം രചിച്ച തോൽക്കാപ്യർ അഗസ്ത്യ മുനിയുടെ പ്രഥമ ശിഷ്യനായിരുന്നു എന്നാണ് ഐതിഹ്യം. ഋഗ്വേദത്തിലെ 1-ാം മണ്ഡലത്തിലുള്ള പല സൂക്തങ്ങളുടെയും യക്ഷി അഗസ്ത്യ മഹർഷിയാണ്. മരുത് വർണ്ണന, മഹാദേവ വർണ്ണന, ഇന്ദ്രവർണ്ണന, അശ്വിനി ദേവതാ വർണ്ണന, ദ്വാവാ പൃഥിവികളുടെ വർണ്ണന, വിശ്വദേവതാ വർണ്ണന, ഔഷധി വർണ്ണന, ഔഷധി ദേവവർണ്ണന, അഗ്നിവർണ്ണന, ബൃഹസ്പതിർ വർണ്ണന തുടങ്ങിയ പല വർണ്ണനകളുടെയും കർത്തൃത്വം അഗസ്ത്യമുനിയാൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ജാതവേദസേ സുനവാമ സോമമരാധിയതോ എന്ന് തുടങ്ങുന്ന ദുർഗാസുക്തത്തിന്റെയും യക്ഷി അഗസ്ത്യ മഹർഷിയാണ്. വിഷക്നോ ഉപനിഷത്ത് എന്ന ഒരു ഉപനിഷത്തിലുള്ള മന്ത്രങ്ങൾ ഋഗ്വേദത്തിലെ അഗസ്ത്യ മഹർഷിയോടുള്ള സുക്തത്തെ ആധാരമാക്കിയുള്ളതാണ്. പാമ്പിനെ ഭുജിക്കുന്ന മയിൽ, കീരി മുതലായവ കുറിച്ചും വിഷാപഹാരികളായ 99 മരുന്നുകളെ കുറിച്ചും അഗസ്ത്യ മഹർഷി വേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ വരാഹ പുരാണത്തിലെ അഗസ്ത്യഗീത പഞ്ചരാത്രത്തിലെയും സ്കന്ദപുരാണത്തിലെയും അഗസ്ത്യ സംഹിതങ്ങൾ തുടങ്ങിയ പല പുരാണ ഭാഗങ്ങളും അഗസ്ത്യ മഹർഷിയാൽ എഴുതപ്പെട്ടവയാണ്. ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം നേടിയിട്ടുള്ള ആളാണ് അഗസ്ത്യ മഹർഷി. പാർവതി പരമേശ്വര വിവാഹ സമയത്ത് ആ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ലോകത്തിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും ഹിമാലയത്തിലെത്തി. അതോടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ ശ്രീ പരമേശ്വരൻ അഗസ്ത്യ മഹർഷിയോട് ദക്ഷിണ ഭാരതത്തിൽ പോയി നിൽക്കുവാൻ നിർദ്ദേശിച്ചു. മഹാതപസ്വിയായ അദ്ദേഹം ദക്ഷിണ ഭാരതത്തിലെത്തി അവിടെ നിന്നതോടെ ഭൂമിക്ക് സന്തുലിതാവസ്ഥ തിരികെ കിട്ടി. എന്നാൽ തനിക്ക് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയല്ലോ എന്ന് ദുഃഖിച്ച അഗസ്ത്യ മഹർഷിയോട് താൻ വിവാഹ വേഷത്തിൽ തന്നെ അവിടെ എത്തി ദർശനം തരാമെന്ന് ശ്രീ പരമേശ്വരൻ അരുളി ചെയ്തു. പാർവതി പരമേശ്വരന്മാർ വിവാഹം കഴിഞ്ഞയുടൻ അവിടെ എത്തി അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. തമിഴ്നാട്ടിലെ കൊടുമുടി എന്ന സ്ഥലത്താണ് അഗസ്ത്യ മഹർഷി നിന്നത് എന്നാണ് ഐതിഹ്യം. അഗസ്ത്യകൂടത്തിന് പുറമെ അഗസ്ത്യ തീർത്ഥം, അഗസ്ത്യഗിരി, അഗസ്ത്യവടം, അഗസ്ത്യ സരസ്, അഗസ്ത്യാശ്രമം, അഗസ്തീശ്വരം തുടങ്ങി ഈ മുനിയുടെ പേര് ഉപസർഗമായിട്ടുള്ള പല സ്ഥലനാമങ്ങളും ഭാരതത്തിൽ പലയിടത്തും കാണപ്പെടുന്നു. ദക്ഷിണ ഭാരതത്തിലാണ് ഇവയിൽ ഭൂരിഭാഗവും. ഈ മഹർഷിയാണ് അഗസ്ത്യ രസായനം എന്ന ആയുർവേദ ഔഷധം വിധിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു.
രണ്ടുപേരും നിങ്ങളെ ഏൽപ്പിച്ച ജോലി നന്നായിട്ട് ചെയ്തു. ശിവാനി വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. നിരഞ്ജന ആദ്യമായിട്ടാണെങ്കിലും ആ ചോദ്യമൊക്കെ നന്നായിട്ട് ചോദിച്ചു. പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് ചൊല്ലി. ഇനി നമുക്ക് ചെറിയൊരു പ്രഭാഷണം കൂടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് നിരഞ്ജനയുടെ കഴിവൊന്നുകൂടെ നമുക്കന്ന് കാണാം. വളരെ നന്നായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന ചൊല്ലാനായിട്ട് വിളിക്കാം. ജാനകി രാഹുൽ, പ്രയാഗ് രാഹുൽ, രണ്ടുപേരും വന്നേ. ആദ്യം ജാനകി കുട്ടി ആയിക്കോട്ടെ. രാമ 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 പാഹി മാം രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം പത്തിമുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരി തേജയാ മുകുന്ദ രാമ പാഹി മാം ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാഹികാമനെ മുകുന്ദ രാമ പാഹി മാം ശങ്കര ഇഞ്ചരീതമോതുവാൻ നിനാവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ പത്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോതിരുന്നി താമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം ശിഷ്യയോടു മത്സ്യമായവതരിച്ച മാധവ വശ്യസാംഗീതം പവിത്ര രാമ രാമ പാഹി മാം ധർമ്മമോടു മണ്ഡലം ഉയർത്തുവാനയങ്ങുടെ കൂർമ്മമായവതരിച്ച രാമ രാമ പാഹി മാം പാരിടം പിളർന്നു ചെന്നു തേറ്റമേളി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട് രാമ രാമ പാഹി മാം ജഗത്രയങ്ങൾ മൂന്നടിയായങ്ങളന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം പന്നിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വ തിന്നഹു ബ്രഹ്മദേവനായി വരിച്ച രാമ രാമ പാഹി മാം ആകയാൽ അയോധ്യമന്യനാന്ത ശരതനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം ദുഷ്ടരാം നിശാചരാവധം കഴിച്ചു രാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനർമിരിക്കു മോശമീണ്ട രാമ പാഹി മാം വിദേഹരാജമുൽപുകിന്ദു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വഹിച്ച രാമ പാഹി മാം അച്ഛനോടും അമ്മയോടും ആശീർവാദം വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം ഭരതപാശിതം ശ്രവി പിതൃകർമ്മ തർപ്പണങ്ങൾ പത്തിയായി കഴിച്ചവിടെ രാമ രാമ പാഹി മാം പാതുകൻ പരതനു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം പത്തനാം ജടായുവിനു മോശവും കൊടുത്തു പിന്നെ ശതനാങ്കബന്ധനെ വഹിച്ച രാമ പാഹി മാം സീതയോട് ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടെ ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം ഇന്ദ്രജിത്തിനോടടുത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തൊടങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം
രംഗ ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹിമ. വഞ്ചിറ തൊടുത്തു പിന്നെ വാചമോടമോടുടൻ വാരുതി കടന്നു ചെന്ന രാമ രാമ പാഹിമ. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹിമ. ഇന്ദ്രജിത്തിനോടടുത്തു ഇന്ദ്രജിത്തിനെ വരിച്ചു സുന്ദരാകുമാരനായി ലക്ഷ്മണാഗ്യജ വിഭോ മുകുന്ദ രാമ പാഹിമ. ദുഷ്ണനാം നശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട് രാമ രാമ പാഹിമ. രാസസാകുലം മുടിച്ചു ദേവിയോട് രക്ഷയും വസുന്ധരയ്ക്ക് തൽക്ഷണേ വരുത്തി വച്ച രാമ രാമ പാഹിമ. വന്യമണ്ഡലേയിരുന്ന സീതയെ വഹിച്ചുകൊണ്ട് പന്നയോധ്യ പുക്കിരുന്ന രാമ രാമ പാഹിമ. രത്നമകുടം ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹിമ. രാജവാസിയായവർക്കു പൂജ്യനായിരുന്നു തത്ര രാജപാലനം വഹിച്ച രാമ രാമ പാഹിമ. ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം പതിച്ചു ഞാൻ മുത്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമ. രാമ 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 പാഹിമ. ജാനകിക്കുട്ടി, നമുക്ക് ചേട്ടന്റെ കൂടെ കേക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. പോരെ? ആ, പോരുതേ, അവിടെ കാണണം. നമ്മുടെ കുറുമ്പന്റെ എങ്ങനെയുണ്ട് നോക്കട്ടെ. കുട്ടി കുറുമ്പൻ. രാമ 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 പാഹിമാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹിമാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹിമാം. ഭക്തിമുക്തിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാരിധി ജയ മുകുന്ദ രാമ പാഹിമാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിഖാമണി മുകുന്ദ രാമ പാഹിമാം. നിൻചരീതമോതുവാൻ നിനാവിലോർമ്മ തോന്നണം പഞ്ചസാര കോപമാ മുകുന്ദ രാമ പാഹിമാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ട് ഞാനിതാ രാമമന്ത്രമുത്തിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹിമാം. ശിക്ഷയോടു മത്സ്യമായവതരിച്ച മാധവ ഭക്ഷ്യസാംഗീതം ഭവിച്ച രാമ രാമ പാഹിമാം. ധർമ്മമോടു മന്ദരമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായവതരിച്ച രാമ രാമ പാഹിമാം. പാരിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട് രാമ രാമ പാഹിമാം. നാരസിംഹരൂപമായവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹിമാം. ജഗത്രയങ്ങൾ മൂന്നടിയായങ്ങളൊന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹിമാം. ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമാം.
ഭൂമിഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹു ബ്രഹ്മദേവനാൽ ഭരിച്ച രാമ രാമ പാഹി മാം. ആകയാലയോധ്യമന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാം നിശാചരവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനിൽ മിഴിക്കു മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹരാജ്യമുൾപുകിന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പിതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ചവിടെ രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹി മാം. സീതയോട് ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോട് ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മഭാഷമേറ്റതും ഇംഗിതത്തൊടങ്ങറിഞ്ഞ രാമ രാമ പാഹി മാം. ലങ്ക ചുട്ട് ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ 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 പാഹി മാം. വഞ്ചിറതൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധിക്കടന്നു ചെന്ന രാമ രാമ പാഹി മാം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായി ലക്ഷ്മണാഗ്രജാ വിഭോ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടനാം ദശാനനന്റെ ഖണ്ഡവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട രാമ രാമ പാഹി മാം. രാക്ഷസ കുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്ക് തൽക്ഷണേ വരുത്തി വച്ച രാമ രാമ പാഹി മാം. മഞ്ഞിമണ്ഡലേ ഇരുന്ന് സീതയെ വഹിച്ചുകൊണ്ട് വന്നയോധ്യ പുക്കിരുന്ന രാമ രാമ പാഹി മാം. രത്നമകുടവും ധരിച്ചു ദേവിയോട് കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹി മാം. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നതത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കരിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. ഞങ്ങൾക്ക് ഈ അവസരം ഞങ്ങൾക്ക് ഈ അവസരം തന്ന പരമേശ്വരൻ സാറിനും സൗമ്യമഠത്തിനും നന്ദി. ജാനകുട്ടി സൂപ്പറായി. ജാനകുട്ടിക്ക് ഒരു സ്പെഷ്യൽ പ്രൈസ് ഉണ്ട് കേട്ടോ. രാമായണ മാസം കഴിഞ്ഞ് കഴിയുമ്പോ കുഞ്ഞിനൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. എന്തിനാന്നറിയാവോ? കുഞ്ഞ് ബൈഹാർട്ടായിട്ടാണ് ഇത് മുഴുവൻ ചൊല്ലിയത്. ഇത്രയും ശ്ലോകങ്ങൾ 36 ശ്ലോകം കാണാപ്പാടം പഠിച്ചു കുഞ്ഞ്. ഇതെന്താ കഥ? ഹനുമാൻ സ്വാമിയുടെ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം എന്നേ പറയാനുള്ളൂ. ഒരു വാക്ക് ഒരു വരിയുടെ തുടക്കം അമ്മ അങ്ങ് പറയുമ്പോഴത്തേക്കും കുഞ്ഞു മുഴുവൻ ചൊല്ലും. എത്ര വേഗാ പഠിച്ചേ അല്ലേ? ആദ്യം ഞാൻ പറഞ്ഞൊരു 8 വരി, ആദ്യത്തെ 7 വരി പഠിച്ചാൽ മതി. 7 2 14 7 സെറ്റ് പഠിച്ചാൽ മതി എന്നാ പറഞ്ഞേ അല്ലേ? അപ്പൊ ജാനകുട്ടി പറഞ്ഞ അല്ല, ഞാൻ മുഴുവൻ ചൊല്ലുന്നുണ്ട്. ഗംഭീരായി. അപ്പൊ ചേട്ടനെ വെട്ടി. ചേട്ടൻ നോക്കിയാ ചൊല്ലിയത്. ചേട്ടൻ കളിയൊക്കെ തുടങ്ങി. ചേട്ടൻ അതിന്റെ ചേട്ടൻ നമുക്ക് അടുത്ത പ്രഭാഷണമൊക്കെ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ ചേട്ടൻ നല്ല സൂപ്പറായി വരും. ചേട്ടൻ മുഴുവൻ ചൊല്ലിയല്ലോ. നന്നായിട്ട് പഠിച്ചു ചൊല്ലി കേട്ടോ. പ്രയാഗേ നന്നായിട്ട് ചൊല്ലി, അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ മിടുക്കനായിട്ട് ചൊല്ലി കേട്ടോ. രണ്ടുപേരും സൂപ്പറായി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മധുവപ്പൂപ്പനൊക്കെ എന്നാ പറയണേ, നമുക്കൊന്ന് നോക്കട്ടെ.
അയച്ചേട്ടാ. പ്രയാഗം ജാനകിരാപുരം ഗുരുദക്ഷിണ കൊടുത്തത് ഏറ്റവും ഗംഭീരമായി. ആ ഗുരുദാസന്റെ സന്തോഷം നിങ്ങൾ കണ്ടോ? സത്യത്തിൽ ഇങ്ങനെ വേണം. ഇനി രണ്ടുപേരും കൂടി ഇരുന്ന് ദിവസവും ഇത് ചെല്ലണം. മതിച്ചേട്ടൻ സാധാരണ ഇരിക്കുന്നിടത്തല്ലേ ഇരിക്കുന്നേ? എന്തോ? സാധാരണ ഇരിക്കുന്ന സ്ഥലത്തല്ലേ ഇരിക്കുന്നേ? വോയിസ് എല്ലാം ബ്രേക്ക് ആയി പോകുന്നു. ആണോ? എന്താണെന്ന് അറിയില്ല. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ മതിച്ചേട്ടാ. അതെ അതെ. ഇപ്പൊ ശരി. ഇന്ന് രാഹുലും ജാനകിരാഹുലും ഗുരു കൊടുത്ത ദക്ഷിണ ഏറ്റവും ഗംഭീരമായി. ആ ഗുരുദാസന്റെ സന്തോഷം കണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ അമ്മയും ഏറെ സഹായിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇത് ആജീവനാന്തം തുടരണം. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ദിവസവും ചൊല്ലണം. നിങ്ങളുടെ എല്ലാ ശ്രേയസ്സിനും ഇത് കാരണമായി തീരും. ഈ സന്ധ്യാനം ഒരിക്കലും മറക്കരുത്. അത് മടിപിടിച്ച് ചൊല്ലാതെയും ഇരിക്കരുത്. നിങ്ങൾക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവാനിയുടെയും നിരഞ്ജനാസിന്റെയും ചോദ്യോത്തരങ്ങൾ എനിക്ക് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഫോൺ എന്താ തകരാറായിപ്പോയി. കേട്ടിടത്തോളം വെച്ചുകൊണ്ട് പറയുകയാണ്. അതും സുന്ദരമായിട്ട് തന്നെ അവർ നിർവഹിച്ചു. അവരെ ഏൽപ്പിച്ചിരുന്ന ആ ദൗത്യം ഗംഭീരമായിട്ട് തന്നെ നിർവഹിക്കാൻ സാധിച്ചു. അവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. വളരെ നന്നായിരുന്നു കേട്ടോ. ഇന്നത്തെ ഹൈലൈറ്റ് ജാനകിക്കുട്ടിയാ. ജാനകിക്കുട്ടി എന്ത് സൂപ്പറായിട്ടാ പാടിയത്. സാറ് പറഞ്ഞ പോലെ ഇത്രയും ചെറിയ പ്രായത്തിൽ ശ്ലോകങ്ങളെല്ലാം മനപ്പാടം കുഞ്ഞു ചൊല്ലിയില്ലേ. എന്ത് ഭംഗിയായിട്ടാ. ചേട്ടനും അതെ കേട്ടോ. പ്രയാഗം നന്നായിട്ട് ചൊല്ലി മോനെ. നന്നായിട്ട് ചൊല്ലി. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ നിരഞ്ജനയും ശിവാനിയും രണ്ടുപേരും ചോദ്യോത്തരങ്ങളൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നന്നായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ വളരെ നന്നായിരുന്നു കേട്ടോ. ജാനകിക്കുട്ടി മോളും ആ ഇന്നസെൻസ് കാണുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷം. രണ്ടുപേരും നല്ലോണം ചെല്ലിയായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരുടെ മുഖത്ത് ആ ഇന്നസെൻസ് കാണുന്നുണ്ട്. വളരെ നന്നായിരുന്നു കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എന്നും പഠിക്കണം, എല്ലാം പഠിക്കണം കേട്ടോ. ഓക്കെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ പ്രഭാഷണവും നന്നായിരുന്നു. ഇന്ന് ശിവാനിയുടെയും മറ്റേ മോളുടെയും രണ്ടുപേരുടെയും നന്നായിരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. നിങ്ങളുടെയൊക്കെ ഇത് പ്രസന്റേഷൻ എല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ മോളെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമസ്തേ പരമേശ്വരി. നമസ്തേ. കേൾക്കാവോ? ഞാൻ ആദ്യമായിട്ടാണ് അങ്ങേര് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഇതില് ഇന്നലെ കയറണം എന്ന് വിചാരിച്ചതാ. പക്ഷെ ഇന്നലെ സാധിച്ചില്ല. കാരണം വേറെ അല്പം വേറൊരു ക്ലാസ്സിന്റെ തിരക്കിൽ ഞാൻ പെട്ടുപോയി. എന്റെ പേര് സോമസുന്ദരൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ആനന്ദപുരത്താണ് താമസിക്കുന്നത്. ഞാൻ തൃശ്ശൂരുകാരനാണ്. എവിടെ? ചേർപ്പ്. ഓ, അറിയാലോ. അപ്പൊ അറിയാലോ. മുരിയാട് പഞ്ചായത്ത്. അപ്പൊ ഇന്ന് ഞാനത് ഓർത്തുകൊണ്ട് അത്രയ്ക്ക് കയറിയായിരുന്നു. അതിനിടയ്ക്ക് അല്പം ജാനകി, നമ്മുടെ കുട്ടി ജാനകി, നല്ല പേര്, പ്രത്യേകിച്ച് രാമായണവുമായി ബന്ധപ്പെട്ട ഉള്ള പേര് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതിനിടയ്ക്ക് വേറൊരു കോൾ വന്നപ്പോ എനിക്ക് അത് അത്യാവശ്യം അറ്റൻഡ് ചെയ്യാതിരിക്കാനും നിവൃത്തിയില്ല. അപ്പോഴേക്കും പ്രയാഗിന്റെ മറ്റേ ഭജന തുടങ്ങി. ആള് നോക്കിയാണ് ചെല്ലിയെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല സ്ഫുടതയോടുകൂടി ചെയ്യണ്ടേ. അതുപോലെ തന്നെ ശിവാനിയും നിരഞ്ജനിയും തമ്മിലുള്ള ചോദ്യോത്തരവും എല്ലാം, അഗസ്ത്യ മുനിയെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങളും, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ജനനം, അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സ്ഥലങ്ങള്, അതുപോലെ തന്നെ അഗസ്ത്യ മന്ത്രം സ്തുതി പറഞ്ഞു കൊടുത്തത്,
എല്ലാം എന്ന് പറഞ്ഞാൽ വളരെ വളരെ നന്നായി. അങ്ങയുടെ ഉദ്യമം എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ വളർന്നു വരുന്ന കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് രണ്ടാമത്തെ ഒരു പേരക്കുട്ടിയുണ്ട്, അവളിപ്പോ LKG. അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ അവളെ ഒക്കെ ഇതുപോലെ പഠിപ്പിച്ചെടുക്കണം. നമ്മളെ ഈ തല നിറച്ചവരും വയസ്സായവരും ഒക്കെ ആയിട്ടുള്ള വെച്ചാൽ കുറെ നാളെ ഈ രാമായണം കൊണ്ട് നടക്കും. അത് കഴിയുമ്പോ നമ്മുടെ കാലം കഴിയുമ്പോ ഇവര് എവിടെ കൂട്ടിയിടാന്നറിയില്ല. ഞാനും എന്നാലാവുന്ന തരത്തിലുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അങ്ങ് കേട്ട് കാണും രാജേഷ് നാദാപുരത്തെ പറ്റി അദ്ദേഹം സനാതനം ധർമ്മ പാഠശാല എന്ന് പറഞ്ഞാൽ പ്രസ്ഥാന വാട്സപ്പ് കൂട്ടായ്മയാണ്. ആഗസ്റ്റ് 10 എറണാകുളം പാലാരിവട്ടത്ത് വെച്ച് 1000 കുട്ടികളുടെ രാമായണ പാരായണം നടക്കുന്നുണ്ട്. ഞാൻ അതിന്റെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനും കൂടിയാണ്. അപ്പൊ 108 കുട്ടികളെ, അതായത് ഒരു 10 വയസ്സ് മുതൽ പ്രത്യേകിച്ച് +2, ചില 1-2 പേര് ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട്, തുടക്കക്കാരും. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് ഇതുപോലെ എന്ന് പറഞ്ഞാൽ പാരായണത്തിന് ഉള്ള അവസരങ്ങൾ കൊടുക്കുക. ഇന്നലെ തൃശ്ശൂർ നമ്മളെ ചിന്മയ മിഷൻ അമ്പലം ഉണ്ടല്ലോ, റിയാലങ്ങേക്ക് വടക്കേ സ്റ്റാൻഡിൽ, അവിടെ വെച്ച് ഒരു റിഹേഴ്സൽ ഓഫ്ലൈൻ പരിപാടി ഉണ്ടായിരുന്നു. എന്ത് സുന്ദരമായിട്ടാ കുട്ടികൾ അവതരിപ്പിക്കുന്നത്. എല്ലാവരും കഴിവുള്ളവരാ, നമ്മൾ തീർച്ചയായിട്ടും. അതെ, നമ്മൾ അവരെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോ എന്ന് പറയുന്നത് എനിക്ക് അങ്ങയുടെ ഈ പ്രവർത്തനം കണ്ട് എനിക്ക് വളരെ വളരെ അഭിമാനം തോന്നി. 3 കൊല്ലമായി ഗംഭീരമായിട്ട് കുഞ്ഞുങ്ങൾ പറയുന്നു. നമ്മളൊരു ആദ്യത്തെ വർഷം നമ്മളൊരു 50 ക്യാരക്ടേഴ്സിനെ രാമായണത്തിൽ നിന്ന് എടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒരു 10 മിനിറ്റ് താഴെയായിട്ട് സംസാരിച്ചു. സെക്കൻഡ് ഇയർ കഴിഞ്ഞ വർഷം രാമായണ കഥ, വാത്മീക രാമായണ കഥ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഭാഗിച്ചു കൊടുത്ത് അവരാ കഥ പറഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം ഒരു ചെറിയൊരു ഡിഫറൻസ് ആവട്ടെ. എന്താ വെച്ചാൽ ഈ ചോദ്യം ചോദിക്കുന്ന ആള് ഈ ഉത്തരം പറയുന്ന ആളുടെ ഇത് മുഴുവൻ കേൾക്കണമല്ലോ നിർബന്ധമായിട്ടും. അതെ അതെ, ഉപനിഷത്തുകളിലുമുള്ള പ്രയോഗം അങ്ങനെയാണല്ലോ. ശിഷ്യൻ ചോദിക്കുന്നു, ഗുരു പറഞ്ഞു കൊടുക്കുന്നു, ഇപ്പൊ തല കേൾക്കണം പാടാ. അപ്പൊ എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഈ ഒരു അവബോധം ഉണ്ടാക്കുക, ഏത് വഴിയിൽ കൂടെ ആണെങ്കിലും. അപ്പൊ ഒരു വിരസത വരാതിരിക്കാൻ വേണം. കഴിഞ്ഞ കൊല്ലം ചെയ്ത് തന്നെ ഈ പ്രാവശ്യം ചെയ്തു എന്ന് തോന്നരുത്. അങ്ങനെ ഓരോ മാറ്റങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവരുടെ പാരന്റ്സും ഈ കുഞ്ഞുങ്ങളും, ഞാൻ എപ്പോ വിളിച്ചാലും കുഞ്ഞുങ്ങൾ റെഡിയാ. അത് അവരെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മൾ തയ്യാറാണെങ്കിലും കുട്ടികളും പാരന്റ്സും അതിന് വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പൊ സ്വാമിമഠത്തിന്, ഞങ്ങളുടെ സ്വാമിയാർമഠത്തിന് വലിയൊരു അനുഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങൾ, അവരുടെ പാരന്റ്സ്. ഏത് പ്രോഗ്രാമിനും അവര് റെഡിയാ. അങ്ങിപ്പോ കോട്ടയത്താണോ അതോ ചേർപ്പിലോ? ഞാൻ സെറ്റിൽഡ് അറ്റ് കോട്ടയം, കുമാരനെല്ലൂർ. അത് ശരി. അപ്പോ 10-ാം തീയതി സമയം കിട്ടുകയാണെങ്കിൽ ഇറങ്ങും. പാലാരിവട്ടത്ത്, മനസ്സിലാ, പാലാരിവട്ടത്ത് എന്ന് പറഞ്ഞാൽ SNDP കണയന്നൂർ താലൂക്കിന്റെ ഒരു ഹോളുണ്ട്. പാലാരിവട്ടത്ത് ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടല്ലോ, അതിന് തൊട്ട് കിഴക്കേ ഭാഗത്ത് ഒരു ഊടുവഴി പോലെ മോട്ടോറബിൾ റോഡാണ്. അതിൽ 4 വീട് അപ്പുറമായിട്ടാണിത്. 1000 കുട്ടികളുടെ പാരായണ, 14 ജില്ലകളിൽ നിന്നും ഓരോരോ ഭാഗങ്ങൾ മുഴുവൻ വായിക്കുന്നത് നടക്കില്ല. ഉച്ച കഴിഞ്ഞ് അവരുടെ കലാപരിപാടികള്. കാരണം രാമായണവുമായും ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രൂപ്പ് പട്ടാഭിഷേകമാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ സനാതന ധർമ്മത്തെ കൊണ്ടു നടക്കാനുള്ള കുഞ്ഞുങ്ങൾ വരട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങയുടെ ഈ സംരംഭത്തിന് ഒരുപാട് ഒരുപാട് ആശംസകള്. പിന്നെ ജയ് സായിറാം എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ വേദസൂക്തങ്ങൾ ഒരു 2018 മുതൽ എന്ന് പറഞ്ഞ പഠിക്കുന്നുണ്ട് ഇവിടെ. ഒരു പക്ഷെ അങ്ങേക്ക് അറിയായിരിക്കും, പുരുഷോത്തമൻ സാറ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ ഓൺലൈൻ നേരിട്ടായിരുന്നു. അദ്ദേഹം തൃശ്ശൂരൊക്കെ വരാറുണ്ട്. ഈ കുഞ്ഞുങ്ങള് ഇവര് 41 കുഞ്ഞുങ്ങളെ ശ്രീരുദ്രം പഠിപ്പിച്ച് കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ഇവരെ കൊണ്ട് 11 ജപിച്ച് ഏകാദശ രുദ്ര അഭിഷേകം സ്വാമിയാർമഠത്തിൽ നടത്തി നമ്മള്. അപ്പൊ കുഞ്ഞുങ്ങളുടെ കഴിവ്, ഞാൻ എന്റെ കാര്യമല്ല പറയുന്നത്, കുഞ്ഞുങ്ങളുടെ കഴിവൊന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയാം. 11 പ്രാവശ്യം ഒരു ക്ഷീണവും ഇല്ലാതെ അവർ രുദ്രം ജപിച്ചു. അതിന് കഴിഞ്ഞ് ശ്രീരുദ്രം ഫുള്ള്. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഇവിടെ കാരാപ്പുഴ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വൈകുന്നേരം ഒരു വേദമന്ത്ര പരിപാടി വെച്ചിരുന്നു കുഞ്ഞുങ്ങളുടെ. അതിനും ഈ കുട്ടികളെല്ലാം വന്ന് അവർക്ക് ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. അവർ ഗംഭീരമായിട്ട് ചൊല്ലി. അപ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ എനർജി എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് രുദ്രം ജപിക്കാന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് റീഇൻഫോഴ്സ്ഡ് ആയി മാറും. 41 കുട്ടികള്. ഞാൻ ഇന്നും ജപിക്കണ്ടായിരുന്നു, തിങ്കളാഴ്ച ആണല്ലോ.
ശിവന് പ്രാധാന്യമുള്ള ദിവസം. അങ്ങനെ ഏതായാലും വളരെ സന്തോഷം. ആരാ എന്നെ ചേർത്തിയെന്ന് അറിയില്ല. ഏതായാലും പറയാം, അങ്ങേ പോലെയുള്ള ആൾക്കാരുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ പറ്റുന്നവരോടൊക്കെ ഹൃദയ പറയുക, ഹൃദയ ഇതിന് ഹൃദയം ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രോഗ്രാമിലൊക്കെ ഒന്ന് കയറി ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കാൻ സാറിന്റെ പരിചയത്തിലുള്ളവരും കൂടെ ഒന്ന് പറയുക. സാറിന്റെ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും. നമസ്തേ നമസ്തേ. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. നമുക്കെന്നാ ഇനി അടുത്ത നാളത്തെ പ്രോഗ്രാം ആരൊക്കെയാണെന്ന് നോക്കാം. നാളെ രുദ്ര ആർ പ്രഭു, അക്ഷര. നേരത്തെ രണ്ടുപേരും വന്നതാണ്. നേരത്തെ അക്ഷര പ്രഭാഷണം പറഞ്ഞു, രുദ്ര ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോ ഇനി തിരിച്ചൊരു റിവേഴ്സ് വരികയാണ്. ഇപ്പൊ രുദ്ര ആർ പ്രഭു നാളെ പ്രഭാഷണം നടത്തും, അക്ഷര ചോദ്യങ്ങൾ ചോദിക്കും. നിവേദ സുജിത്ത്, ആ കുട്ടിയാണ് നാളെ രാമസന്ധ്യാനാമം ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ഇന്നത്തെ പോലെ തന്നെ നേരത്തെ എത്തുക, കുട്ടികളെ അനുഗ്രഹിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, LKG UKG ഉള്ള കുഞ്ഞുങ്ങൾ വരെ നമ്മളെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എന്തൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഇതിന് തയ്യാറാവുക. വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരിക. ഞാൻ എല്ലാവർക്കും വേണ്ടി എത്ര സമയം വേണമെങ്കിൽ പഠിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ വരിക മുന്നോട്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ നിരഞ്ജന എത്ര ദിവസം നന്നായിട്ട് ലൈനിൽ കയറിയിട്ടാണ് ഇപ്പോ ഇന്ന് ഇതിന് പങ്കെടുത്തത്. ആദ്യമായിട്ടാണ് കുട്ടി വരുന്നത്. ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഒന്നും ഇല്ല, ഒരു സന്തോഷമായിട്ട് വളരെ ചിരിച്ചുള്ള മുഖത്തോടു കൂടി നന്നായിട്ട് അത് പങ്കെടുത്തു. അതേമാതിരി ശിവാനി കഴിഞ്ഞ 2 വർഷം ചെയ്ത പ്രഭാഷണത്തിനെക്കാട്ടിലൊക്കെ ഒത്തിരി ഇമ്പ്രൂവായി, ഒരുപാട് ഇമ്പ്രൂവായി മലയാളം വായിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മലയാളം വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ സാറേ. ഞാൻ ഇവരെ പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ കാണുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ 1-2 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ആ ഒരു സ്പിരിറ്റ് ഉള്ളിൽ വേണമെന്ന് തോന്നി കഴിയുമ്പോൾ അവർ നന്നായിട്ട് പഠിക്കുന്നു. നന്നായിട്ട് ശിവാനി ഇന്ന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാനൊരു ഒരു പൊക്കച്ചം പറയല്ല, കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും അത് ഉണ്ടാവും. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നമസ്കാരം. സായിരാം സർ. സായിരാം സായിരാം സായിരാം. സായിരാം സായിരാം.